ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 21ാമത്തെ ഡേ ആണ്. അപ്പോൾ 2 ദിവസം ഒന്ന് മുടക്കം വന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഓയിൽ ചെയ്യുകയാണ്. ഇപ്പം ഒരു 3-4 ദിവസമായി കേട്ടോ ഹെയറിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്തു, അതിന് ശേഷം നമ്മുടെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത ശേഷം ഇനി നമുക്ക് ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയും നേരം ആ ഒരു ഓയിലും കൂടി സ്കാൽപ്പിൽ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേർക്കും അറിവുണ്ടായിരിക്കും. ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ നെല്ലിക്ക പോലെ ഇങ്ങനെ കുരു പോലെ ആ ഒരു സംഭവം ഉണ്ടായിരിക്കും കേട്ടോ, നെല്ലിക്കയുടെ ആ ഒരു ആകൃതിയിൽ. അപ്പം അതാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. ആ ഒരു ഇലകളുടെ അടിയിൽ നെല്ലിക്ക പോലെ ഉള്ളവ, അവയാണ് കേട്ടോ കീഴാർനെല്ലി. അപ്പോൾ ഈ ഒരു കീഴാർനെല്ലിയാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ഒരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ശേഷം അതിലേക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പീസ് കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി എന്തെങ്കിലും ഫ്രഷായിട്ട് ഇല്ലാത്തവ ഞാൻ പൊടികളായിട്ട് എടുക്കുകയാണ്. 1 സ്പൂൺ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 സ്പൂൺ നമ്മുടെ ഫെനോഗ്രീക്ക് പൗഡർ, നമ്മുടെ ഉലുവയുടെ പൊടിയും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസമേ കുതിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് അരച്ചെടുത്താൽ മതിയാകും ഇതിൻ്റെ കൂടൊപ്പം. എന്നിട്ട് ഞാൻ നമ്മുടെ ഇലയും ആ ഒരു അലോവേരയും കൂടെ അരച്ച ആ ഒരു നീര് അരിച്ചെടുത്തിട്ടുണ്ട് തുണിയിൽ. ഇവയിലും ആ ഒരു വെള്ളത്തിലാണ് ആ ഒരു പൊടികൾ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പൊടികളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. അതായത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ, എല്ലാം ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് അരിച്ചെടുത്ത് യൂസ് ചെയ്താൽ മതിയാകും. അപ്പം ഞാനിപ്പോൾ ഓയിലൊക്കെ നേരത്തെ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പം പാക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുടിയുടെ ലെങ്തിലേക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. എനിക്കിത് കുറച്ച് ഒന്ന് കുറവായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 സ്പൂൺ വീതം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫ്രഷായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പ് ഫുള്ള് കവറാകുന്ന രീതിക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മുടിയുടെ ലെങ്തിലേക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് ഡബിൾ ആക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പാക്ക് കീഴാർനെല്ലി നമുക്ക് ഒരുപാട് മുടിക്ക് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും സ്കാൽപ്പിൽ ആ ഒരു ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും മെലാനിൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു അകാല നരയ്ക്കൊക്കെ പരിഹാരമാണ്. മെലാനിൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ടൊന്ന് ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. പിന്നെ ഹെയർ ഫോൾ ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. ഇതിൽ നമുക്ക് ഡാൻഡ്രഫിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനും ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഒട്ടും കെമിക്കൽസ് ഇല്ലാണ്ട് പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹെയർ പാക്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഏത് മാസത്തിൽ വേണമെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിലെ സീരീസ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഫ്രഷായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്കുകളൊക്കെ മുടിക്കിട്ട് കൊടുത്തോളൂ. വളരെ നല്ലതാണ്. മുടി വളർച്ചയൊന്നും വേണ്ടെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കാം. ടെൻഷനായിരിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടണം, ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആകണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഹെയർ പാക്കുകൾ, നല്ല നല്ല ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കാം. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ മനസ്സും ബോഡിയൊക്കെ നന്നായിട്ട് കൂളാവും. നമ്മൾ ടെൻഷൻ ഫ്രീ ആകും. നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഈ ഒരു പാക്ക് അങ്ങനെ തന്നെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്തു. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ചേക്കും. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യുക.